എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ വരുന്നത്. വെള്ളിയാഴ്ചത്തെ ആ ഒരു ട്രേഡിംഗ് അവസാനിച്ചപ്പോൾ നിഫ്റ്റി 24,000 മുകളിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സെൻസെക്സ് 78,094 പോയിന്റിലും ക്ലോസ് ചെയ്തു. വിപണി നല്ലൊരു പോസിറ്റീവ് മൊമെന്റത്തിലാണ്, അല്ലെങ്കിൽ നല്ലൊരു ആവേശത്തിലാണ് എന്നാണ് നമുക്ക് ഏറെക്കുറെ മനസ്സിലായത്. അപ്പോൾ അടുത്ത ആഴ്ച ഓഗസ്റ്റ് 3 മുതൽ NSE F&O ട്രേഡിംഗ് സമയത്തിൽ വരുത്തിയ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളും നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിപണി എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഈ പുതിയ നിയമങ്ങൾ ട്രേഡർമാരെ എങ്ങനെ ബാധിക്കും, അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലെ പ്രധാന ലെവലുകൾ ഏതൊക്കെയാണ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ സഹിതം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു പോകുന്നു. അടുത്ത ആഴ്ച വരാനിരിക്കുന്ന മറ്റ് ഓപ്പറേറ്റർ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ IPOകൾ, റിസൾട്ടുകൾ, ഇവയെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ വിപണിയുടെ ഒരു ബിഗ് പിക്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് റിക്കവറിയെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകാം. കഴിഞ്ഞ ആഴ്ചകളിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മാർക്കറ്റിന്റെ ഇടിവുകൾക്ക് അവസാനം കണ്ട ഒരാഴ്ചയാണ് കടന്നുപോയത്. നിഫ്റ്റി 24,000 മുകളിൽ വളരെ ശക്തമായിട്ട് ക്ലോസ് ചെയ്യുന്നു. ബുള്ളുകളുടെ ഒരു തിരിച്ചുവരവിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ, അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ബൈയിങ് താല്പര്യവും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു. ആഭ്യന്തര വിപണിയിലെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണയും വിപണിക്ക് വളരെ നല്ല ഉത്തേജനം നൽകിയിട്ടുണ്ട്. ടെക്നിക്കലായിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു പോസിറ്റീവ് മൊമെന്റത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ വരാനിരിക്കുന്ന ആഴ്ച മുതൽ ഷെയർ മാർക്കറ്റിലെ ചില സമയമാറ്റങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രധാന സൂചികകൾ, അതായത് അവയുടെ നിർണായക ടെക്നിക്കൽ ലെവലുകളിൽ നിന്ന് ആരംഭിക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി 24,000 മുകളിലാണ്. അടുത്ത പ്രധാന സപ്പോർട്ട് സോൺ 23,850 അല്ലെങ്കിൽ 23,800 ഒക്കെയാണ്. ഈ ലെവലിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. 24,400 24,500 ഒക്കെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് നിലകൊള്ളും. അപ്പോൾ ഈ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു ശക്തമായിട്ടുള്ള ബുള്ളിഷ് മൊമെന്റത്തിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും വരുന്ന ആഴ്ചയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്കിംഗ് സെക്ടറിലെ ശക്തമായിട്ടുള്ള മുന്നേറ്റം വിപണിയുടെ ആ ഒരു കുതിപ്പിന് കരുത്ത് പകരുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ആഴ്ച ബാങ്കിംഗ് സെക്ടറിൽ ചെറിയ ഒരു കിതപ്പ് നമ്മൾ കണ്ടതാണ്. 57,000 56,800 ആ ഒരു റേഞ്ചിലാണ് ഏറ്റവും നല്ല സപ്പോർട്ട് ഉള്ളത്. അതിന് മുകളിലേക്ക് 57,500 58,000 ഒക്കെ റെസിസ്റ്റൻസുകളാണ്. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കാം. 78,000 മുകളിൽ ക്ലോസ് ചെയ്ത സെൻസെക്സ് 78,500 ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ 79,000 വരെയുള്ള ഒരു ബുൾ റണ്ണിന്റെ സാധ്യതയും നമ്മൾ മുന്നിലേക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇത് റഡാറിലുള്ള മൊമെന്റം ഓഹരികൾ ഏതൊക്കെയാണ്? ജൂലൈ 31 വിപണി വിവരം അനുസരിച്ച് വരുന്ന ആഴ്ചയിൽ വലിയ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ റഡാറിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന മൊമെന്റം സ്റ്റോക്കുകളാണ് ഇനി പറയുന്നത്. ഒന്നാമത് ബജാജ് ഫിനാൻസ്. Q1 റിസൾട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ബൈയിങ് താല്പര്യം പ്രകടമാക്കുന്ന ഒരു സ്റ്റോക്കാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകീകൃത അറ്റാദായത്തിൽ 27.4% വർധനവുണ്ട്. 5,986 കോടി രൂപയായിട്ട് കൂടുകയും ചെയ്തു. കൂടാതെ പലിശ വരുമാനം 23% വർദ്ധിച്ച് 12,571 കോടിയായി. ഹുണ്ടായി മോട്ടോഴ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക്. മികച്ച വോളിയത്തോടെയുള്ള ബിസിനസ്, വളർച്ചാ പ്രതീക്ഷകളോടെയും വിപണിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഓട്ടോ സെക്ടറിലെ പ്രധാന താരമാണ്. അതുപോലെ തന്നെ നെറ്റ്വെബ് ടെക്നോളജീസ്. ഗ്ലോബൽ AI ഓഹരികളുടെ മുന്നേറ്റത്തിന്റെയും മികച്ച Q1 റിസൾട്ടിന്റെയും പശ്ചാത്തലത്തിൽ ഈ ഒരു IT ടെക് ഓഹരി വളരെ ശ്രദ്ധേയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കമ്പനിയുടെ പ്രവർത്തന വരുമാനം 172% വർദ്ധിക്കുകയും അറ്റാദായം 180% ഉയരുകയും ചെയ്തിട്ടുണ്ട്. AI സിസ്റ്റംസ് വിഭാഗം വരുമാനത്തിന്റെ 62% സംഭാവന ചെയ്തുകൊണ്ടാണ് പ്രധാന വളർച്ചയുടെ ഈ ഒരു കൊടുമുടി അവർക്ക് കയറാൻ കഴിഞ്ഞത് എന്ന് തന്നെ വേണം കരുതാൻ. മറ്റ് പ്രമുഖ ബാങ്കിംഗ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിന്റെ Q1 റിസൾട്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. അതുകൊണ്ട് തന്നെ ഓഹരിയിൽ ഒരു വിൽപ്പനാ സമ്മർദ്ദം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 37% അറ്റാദായ വർധനവ് രേഖപ്പെടുത്തി. ബാങ്കിംഗ് ഓഹരിയിലെ ഒരു സപ്പോർട്ട് ലെവലുകളുടെ നീക്കങ്ങൾ ട്രേഡർമാർ ഈ ആഴ്ച കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഒരു പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് 3 മുതൽ വരുന്ന പുതിയ മാർക്കറ്റിന്റെ നിയമങ്ങൾ, സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ആണ്. ഈ ആഴ്ച മുതൽ ട്രേഡർമാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ F&O ട്രേഡിംഗ് സമയം നീട്ടി എന്നുള്ളതാണ്. ഓഗസ്റ്റ് 3 മുതൽ ഇക്വിറ്റി ഡെറിവേറ്റീവ് വിഭാഗത്തിന്റെ വ്യാപാര സമയം നീട്ടിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഉച്ചതിരിഞ്ഞ് 3:30 വരെ 3:40 ക്ലോസിംഗ് സെഷൻ ക്യാഷ് മാർക്കറ്റിലെ ചില പ്രധാന ഓഹരികൾക്കായിട്ട് പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നു. ഇത് അവസാന നിമിഷത്തെ ചില വിലയുടെ കറക്ഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും. ട്രേഡർമാർ പുതിയ ടൈമിംഗുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു സമയക്രമം അറിയാതെ ബൈ മിസ്റ്റേക്ക് നമ്മൾ ട്രേഡിംഗിലേക്ക് ചാടിക്കയറരുത്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്കിവിടെ വലിയ ബാധ്യതകളായേക്കും.
അപ്പൊ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വരാം. കോർപ്പറേറ്റ് ആക്ഷനുകൾ, ഡിവിഡന്റുകൾ, പ്രധാന ഇവന്റുകൾ. വരുന്ന ആഴ്ചയിൽ വിപണിയുടെ ഡയറക്ഷനെ, പ്രത്യേകിച്ച് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സെക്ടറുകളെയും സ്വാധീനിക്കാൻ പോകുന്ന പ്രധാന കോർപ്പറേറ്റ് വിവരങ്ങളും ഡിവിഡന്റ് തീയതികളും ഇനി പറയുകയാണ്. പ്രധാന ബാങ്കിംഗ് ഡിവിഡന്റുകൾ എക്സ് ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക് ഓഗസ്റ്റ് 3-നാണ് ICICI ബാങ്കിന്റെ ഡിവിഡന്റ് റെക്കോർഡ് തീയതി. ഓഹരി 1-ന് 12 രൂപ ഡിവിഡന്റ് ലഭിക്കും എന്നാണ് ഇൻഫർമേഷൻ. ഇത് ബാങ്കിംഗ് സെക്ടറിലെ നിക്ഷേപകരുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ സ്റ്റോക്കിനെ മാറ്റും. അതുപോലെ തന്നെ കൊഫോജ് ഓഗസ്റ്റ് 3 കമ്പനിയുടെ ഇടക്കാല ഡിവിഡന്റ് 4 രൂപ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേറ്റ് നടപടികൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റോക്കും നമ്മൾ നമ്മുടെ ഒരു റഡാറിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ക്വാർട്ടർ 1 ഫലങ്ങളുടെ തുടർച്ചയുള്ള പ്രമുഖ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആഗസ്റ്റ് ആദ്യ വാരത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാം പാദ റിസൾട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോളോ ടയേഴ്സിന്റെ റിസൾട്ട് ഓഗസ്റ്റ് 6-ന് വരുന്നുണ്ട്. കമ്പനിയുടെ ബോർഡ് യോഗം ചേർന്ന് ഫലങ്ങളും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും ചർച്ച ചെയ്ത് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഈ ദിവസങ്ങളിൽ ഫലങ്ങൾ പുറത്തുവിടുന്ന ഓട്ടോ, IT, മിഡ് ക്യാപ്പ് കമ്പനികളിൽ വലിയ തോതിലുള്ള ഒരു വോളറ്റാലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഓഹരികളൊക്കെ നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ശ്രദ്ധിച്ച് അടിയാവുന്നതാണ്. അപ്പൊ കോർപ്പറേറ്റ് ആക്ഷനുകളും ഡിവിഡന്റ് ഡേറ്റുകളും മുൻനിർത്തി കൃത്യമായിട്ടുള്ള റിസ്കോടെ മാത്രം അടുത്ത ആഴ്ചത്തെ ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം. മെയിൻ ബോർഡ് IPO നോക്കാം. RD ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈ പബ്ലിക് ഇഷ്യൂ ഓഗസ്റ്റ് 5-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 7-ന് അവസാനിക്കും. പ്രൈസ് ബാൻഡ് 50-നും 53-നും ഇടയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഹരികൾ ഓഗസ്റ്റ് 12-ന് ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. SME ഓഹരികൾ നോക്കുകയാണെങ്കിൽ അനാവിൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഈ MSME IPO ഓഗസ്റ്റ് 3-ന് തുടങ്ങി ഓഗസ്റ്റ് 5-ന് അവസാനിക്കും. ഇതിന്റെ പ്രൈസ് ബാൻഡ് 257, 270 ആണ്. AGS ടെക്നോളജീസ് ലിമിറ്റഡ് ഓഗസ്റ്റ് 4-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 6-ന് അവസാനിക്കുന്നു. ഈ IPOയുടെ പ്രൈസ് ബാൻഡ് 100-നും 105-നും ഇടയിലാണ്. പ്രധാന ലിസ്റ്റിംഗുകൾ നോക്കുകയാണെങ്കിൽ ജൂണിപ്പർ ഗ്രീൻ എനർജി മെയിൻ ബോർഡ് IPO ഓഗസ്റ്റ് 6-ന് വിപണിയിൽ ലിസ്റ്റ് ചെയ്യും. MB ഇലക്ട്രോ സിസ്റ്റംസ് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയും ഓഗസ്റ്റ് 6-ന് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് IPOകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. വിപണി പുതിയൊരു ഉണർവോടെയാണ് ഓഗസ്റ്റിന്റെ 1-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നത്. പുതിയ സമയക്രമവും സപ്പോർട്ട് ലെവലുകളും കൃത്യമായിട്ട് പാലിച്ച് ട്രേഡ് ചെയ്യുക. പുതിയ മാർക്കറ്റ് ടൈമിംഗ് മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്താം. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.